السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن تعذيب العبد والدابة والمرأة والولد بغير سبب شرعي أو زائد على قدر الأدب. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദു സാലിഹീനിൽ നമ്മുടെ ജീവിതത്തിൽ ഏറെ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന ഗൗരവതരങ്ങളായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകം ഈ അധ്യായത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് കേൾപ്പിക്കുവാനുള്ള അധ്യായം ബാബുൻ നഹി അൻ തഅദീബിൽ അബ്ദി. അൻ നഹിയു അൻ തഅദീബിൽ അബ്ദ് വിരോധിക്കപ്പെട്ട കാര്യമാണ്. നഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അൻ തഅദീബിൽ അബ്ദി, ഒരടിമയെ ശിക്ഷിക്കുക എന്നുള്ളത്. തഅദീബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദാബ് നമ്മൾ ധാരാളമായി കേൾക്കുന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെയൊക്കെ. തഅദീബ് എന്ന് പറഞ്ഞാൽ അദബ യുഅദ്ദിബു, തഅദീബ് ശിക്ഷിക്കുക. അപ്പം തഅദീബുൽ അബ്ദ്, ഒരടിമയെ ശിക്ഷിക്കുക, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. വദ്ദാബത്തി, ജന്തുക്കളെയും മിണ്ടാപ്രാണികളെയും. ദാബത്ത് എന്ന് പറഞ്ഞാൽ വ്യാപകമായ അർത്ഥമാണ് അതിനുള്ളത്. അദ്ദാബത്തു മാ യദുബ്ബു അലൽ അർളി, ഭൂമിയിലൂടെ ചരിക്കുന്ന വസ്തുക്കൾക്ക്, ജീവികൾക്കെല്ലാം പറയുന്ന വിശാലമായ അർത്ഥമുള്ള ഒരു വേർഡാണ്, ഒരു കലിമയാണ് അദ്ദാബ എന്നുള്ളത്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളത് പാരായണം ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്നിങ്ങനെ. ഇവിടെ പ്രത്യേകം ഇതിൽ മനസ്സിലാക്കുവാനുള്ളത് നാൽക്കാലി മൃഗങ്ങളും മറ്റുള്ള ജന്തുജാലങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രയോഗം തന്നെയാണത്. അതാണ് ദാബത്ത്. ആ ദാബത്തിനെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ആ ദാബത്തിന് പരിക്കേൽപ്പിക്കുക തുടങ്ങിയിട്ടുള്ളതും വിരോധിക്കപ്പെട്ട സംഗതിയാണ്. മൂന്നാമത് വൽ മർഅ, ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക എന്നുള്ളതും. അത് അടിമ സ്ത്രീയാവാം, അതല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ഭാര്യയാവാം, അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള വേലക്കാരിയാവാം. അവരൊക്കെ ഉൾക്കൊള്ളുന്ന ആ നിലയ്ക്ക് ഒരു സ്ത്രീയെ ശിക്ഷിക്കുക എന്നുള്ളതും വിരോധിക്കപ്പെട്ട കാര്യമാണ്. വൽ വലദി, കുട്ടിയെ ശിക്ഷിക്കുക എന്നുള്ളതും മക്കളെ ശിക്ഷിക്കുക എന്നുള്ളതും. വലത് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ പദമാണ്. അപ്പോൾ ഇവരെയൊക്കെ ശിക്ഷിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാണ്. ബിഗൈരി സബബിൻ ശർഈൻ, ശർഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. ഇപ്പം ശർഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ അദബ് പഠിപ്പിക്കുക എന്ന നിലക്ക് ശിക്ഷാരീതികളും ശിക്ഷണമുറകളുമൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതല്ലാത്ത നിലക്ക് അകാരണമായി ശർഈയായ കാരണങ്ങളൊന്നുമില്ലാതെ ആ നിലക്കുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. തീർന്നില്ല, ഹെഡിങ്ങിൽ ബാക്കിയുള്ള ഭാഗം ഔ അല്ലെങ്കിൽ സായിദിൻ അലാ ഖദിരിൽ അദബി, ഒരു അദബ് ശിക്ഷണം, ഒരു മര്യാദ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നൽകാവുന്ന ശിക്ഷകളുണ്ട്. ആ അദബിൻ്റെ അളവിൻ്റെ അപ്പുറം ചെയ്യുക, അർഹിക്കപ്പെടുന്നതിലുമേറെ ശിക്ഷിക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ
മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ അധ്യായത്തിൽ പറയുന്നത് ഒരടിമയെയോ അല്ലെങ്കിൽ ഒരു ജന്തുവിനെയോ മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയെയോ ശർഈയായ കാരണങ്ങളില്ലാതെ ഏതെങ്കിലും വിധത്തിൽ പരിക്കേൽപ്പിക്കുക, ശിക്ഷിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാണ്. അതല്ലെങ്കിൽ ഔസായിദിൻ അലാ ഖദിരിൽ അദബി, കണക്കിലേറെ ശിക്ഷിക്കുക. ചുരുക്കി പറഞ്ഞാൽ അതാണ് ഖദിരിൽ അദബ്. ഒരു അദബ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരളവുണ്ട്. ആ അളവിനപ്പുറം അതിലും കവിഞ്ഞത് അതാണ് സായിദ്, വർദ്ധിച്ച തോതിൽ അലാ ഖദിരിൽ അദബി, അദബിൻ്റെ മര്യാദ ശിക്ഷണ രീതിയുടെ ഖദർ അളവിലും അപ്പുറം ശിക്ഷിക്കുക എന്നുള്ളതും വിരോധിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാകുന്നു. ഇതിന് തെളിവായിക്കൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ ഉദ്ധരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി അനുസരിച്ച് അദ്ദേഹം ഇവിടെ നൽകിയിട്ടുള്ളത് സൂറത്തുൻ നിസായിലെ 26-ാമത്തെ സൂക്തമാണ്. അതിലെന്താണ് അള്ളാഹു കൽപ്പിക്കുന്നത്? അള്ളാഹു അവനെ മാത്രം ആരാധിക്കണം എന്ന് കൽപ്പിച്ചതിൻ്റെ പുറമെ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് അയ്മാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. അവിടെ അള്ളാഹു ആ ആയത്തിൽ കൽപ്പിക്കുന്നത് എന്താണ്? റഹ്മാനായ റബ്ബ് അവനെ മാത്രം ആരാധിക്കുവാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇതാണ് ആയത്തിൻ്റെ തുടക്കഭാഗം. അഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. പിന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പിന്നെ ആരോടൊക്കെ നന്മ ചെയ്യണം? വബിദിൽ ഖുർബ, ആ മാതാപിതാക്കളല്ലാത്ത അടുത്ത ബന്ധുക്കൾ, അതാണ് ദുൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും നമ്മൾ നന്മ ചെയ്യണം. വൽ യതാമ, അനാഥകളോട്, യതീമുൻ ഐതാമുൻ യതാമ, യതീം അനാഥകളോട്. വൽ മസാക്കീൻ, മിസ്കീനിൻ്റെ ബഹുവചനമാണ് മസാക്കീൻ, അഗതികളോട്, പാവപ്പെട്ടവരോട്, ഒരു ഗതിയില്ലാത്തവരാണ് അഗതി, അതാണ് മിസ്കീൻ. വൽ മസാക്കീൻ, അവരോട് മാത്രമല്ല. വൽ ജാരി, അയൽവാസികളോടും നന്മ ചെയ്യണം. അയൽവാസികളെ രണ്ടായി തരം തിരിച്ചു. ദിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള അയൽവാസികളോട്. അപ്പം അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ അയൽക്കാർ ഒന്നുകിൽ നമ്മളോട് കുടുംബ ബന്ധമുള്ള ആളുകൾ തന്നെയായിരിക്കും, നമ്മുടെ രക്തബന്ധത്തിലോ വിവാഹബന്ധത്തിലോ ഒക്കെയുള്ള ആളുകൾ തന്നെ. അങ്ങനെ നമ്മുടെ ദിൽ ഖുർബ, അടുത്ത ബന്ധത്തിലുള്ള കുടുംബക്കാർ തന്നെയായിരിക്കും ഒരുപക്ഷെ അയൽക്കാരുണ്ടാവുക. അതോടൊപ്പം തന്നെ അവർ നമ്മുടെ ആദർശ ബന്ധുക്കളുമായിരിക്കും, മുസ്ലിമീങ്ങളുമായിരിക്കും, പിന്നെ അയൽവാസികളുമാണ്. അപ്പോൾ ഈ 3 നിലക്കും അവർ അടുത്തവരാണ്. അങ്ങനെ വീട് അടുത്ത ആളുകൾ, തൊട്ട് നമ്മുടെ പല അയൽക്കാരുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത വീട് എന്നുള്ളതും ഈ ദിൽ ഖുർബ എന്നുള്ളതിൽ പെടുന്നു. അപ്പോൾ കുടുംബ ബന്ധമാവാം, അടുത്ത വീടാവാം, അതേപോലെ തന്നെ ആദർശബന്ധമാവാം. അതാണ് ഒന്നാമത്തെ അയൽക്കാരെക്കുറിച്ച് പറഞ്ഞത്. അവിടെ 3 പ്രാധാന്യവും പ്രത്യേകതകളുണ്ട്. പിന്നെ ഒരു അയൽക്കാരുമാണ് എന്നുള്ളതും. വൽ ജാരിൽ ജുനുബി, ഇനി ഇതൊന്നുമില്ലാത്ത അകന്ന അയൽക്കാരാണെങ്കിലും, അകന്ന അയൽക്കാരുണ്ടാകും, നമ്മളോട് കുടുംബ ബന്ധമൊന്നുമില്ല, നമ്മളെ കുടുംബക്കാരൊന്നുമല്ല, ആദർശക്കാരുമല്ല, ഒരു വേള മുസ്ലിമീകളായിരിക്കാം, അതേപോലെ തന്നെ വീട് കുറച്ച് അകന്നതായിരിക്കാം, അടുത്തൊരു അയൽവാസിയാവില്ല, ഒരു 4 വീട് അപ്പുറത്തായിരിക്കാം. അങ്ങനെയുള്ള അയൽക്കാരോടും നന്മ ചെയ്യണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി എന്ന അയൽക്കാരോട് നന്മ ചെയ്യണമെന്നും പറഞ്ഞു. വസ്സാഹിബി ബിൽ ജംബി, വസ്സാഹിബി ബിൽ ജംബി, നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരൻ എന്നുള്ളതിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളാവാം, കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരാവാം, കൂടെ ജോലി ചെയ്യുന്ന സഹ തൊഴിലാളികളാവാം, ആര് ആവട്ടെ, അങ്ങനെയുള്ള ആളുകൾ, കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുമാവാം, സഹയാത്രികരാവാം, അവരൊക്കെ ഏതിലുൾപ്പെടുമെന്നാണ്?
വസ്സാഹിബി ബിൽ ജംബി, അവരോടും നന്മ ചെയ്യണമെന്നുള്ളതാണ്. അവർക്കും നമ്മളിൽ നിന്ന് അവകാശങ്ങൾ കിട്ടാനുണ്ട്, അവരോടും നമ്മൾ നല്ല നിലക്ക് വർത്തിക്കണമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. വബിനിസ്സബീലി, വഴിയാത്രക്കാരോടും, യാത്രയുടെ മക്കൾ എന്നാണ് ഇബ്നുസ്സബീൽ എന്ന് പറഞ്ഞ, യാത്രയിൽ കഷ്ടപ്പെടുന്ന, യാത്രയിൽ പോക്കറ്റടിക്കപ്പെട്ടു, അല്ലെങ്കിൽ യാത്രയിൽ പ്രയാസത്തിലായി, അങ്ങനെയുള്ള ഒരാളെ അവരോടും നമുക്ക് കടമയുണ്ട്. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരോടും. അതിൽ ഏതൊക്കെ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ നമ്മുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നുള്ളതിൽ നമ്മൾ അടിമകളായി വെച്ചിട്ടുള്ള ആ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് അടിമകളോട് വർത്തിക്കേണ്ടുന്ന പെരുമാറ്റ രീതി അവിടെ പറഞ്ഞു. അതേപോലെ തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് നമ്മൾ പ്രത്യേകമായ ഒരു കരാറോടുകൂടിയാണല്ലോ വിവാഹം എന്ന് പറയുന്നത്. ആ നിലക്കുള്ള നമ്മുടെ കീഴിലുള്ള ഭാര്യമാർ അതിൽപ്പെട്ടു. അതുപോലെ തന്നെ ആ നിലക്ക് നമ്മൾ നമ്മുടേതായ വീട്ടിൽ വളർത്തുന്ന, അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന നാൽക്കാലികളടങ്ങുന്ന ജന്തുജാലങ്ങളും അതിൽപ്പെട്ടു എന്നിങ്ങനെയൊക്കെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അപ്പോൾ ഇവിടെ ഒരു ആളോട് ശിക്ഷാരീതികൾ സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിൽ ചില മര്യാദകളുണ്ട്. തഅദീബാണല്ലോ നമ്മുടെ അധ്യായം. തഅദീബ്, ശിക്ഷണ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിന് ചില നിയമങ്ങൾ പറയാനുണ്ട്, പൊതുവായ നിയമങ്ങൾ. ശർഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ശിക്ഷാരീതികൾ സ്വീകരിക്കാം. പക്ഷെ അവിടെയൊക്കെ പറഞ്ഞ ഒന്നാമത്തെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാവണം ശിക്ഷിക്കുന്നത്. അതല്ലാതെ ശിക്ഷിക്കാൻ വേണ്ടിയും തൻ്റെ ദേഷ്യവും രോഷവും അടക്കാൻ വേണ്ടിയുമായിരിക്കരുത് എന്ത് ചെയ്യുന്നത്, ശിക്ഷിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ കുട്ടിയൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, ശിക്ഷിക്കുമ്പോൾ നമ്മളെ ദേഷ്യം തീരോളം അങ്ങോട്ട് അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീരുവോളം എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. അർഹിക്കുന്ന നിലക്ക് ഒരാളുടെ തഅദീബിൻ്റെ ഭാഗമായിട്ടായിരിക്കണം തഅദീബ് നടത്തേണ്ടത്. തഅദീബ് എന്ന് പറഞ്ഞാൽ എന്താ? അദബ് പഠിപ്പിക്കുക. അതാണ് അദ്ദബ യുഅദ്ദിബു തഅദീബ്. ഇത് അദ്ദബ യുഅദ്ദിബു തഅദീബ്. അപ്പം തഅദീബിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ എനിക്ക് തോന്നിയ രോഷമോ എൻ്റെ ദേഷ്യമൊക്കെ അടങ്ങുവോളം ഒരാളെ അങ്ങോട്ട് അതിൻ്റെ പേരിൽ എൻ്റെ ആ എന്താ പറയുക, ആ ദേഷ്യം തണുക്കോളം ആണ് ശിക്ഷിക്കുക. അതാണ് അതിൻ്റെ ശേഷം പറഞ്ഞതെന്ത്, ഖദിരിൻ സായിദിൻ എന്ന് പറഞ്ഞില്ലേ, അളവിലപ്പുറം ചെയ്യാൻ പാടില്ല. അളവിലപ്പുറം ചെയ്യപ്പോഴാണ് ഒരടി കിട്ടാൻ കടമപ്പെട്ട ഒരു കുട്ടി ഉണ്ടാകും. ആ കുട്ടിയോട് നമുക്കുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് പൊതിരെ ഒരു 10 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വെട്ടിയ വടി മുറിയോളാൻ കൊടുക്കുകയാണ്. ഇങ്ങനെ അളവിലപ്പുറമുള്ള ശിക്ഷ, തൻ്റേതായ രോഷം നിർത്തീരുവോളമുള്ള ശിക്ഷ, തൻ്റെ ദേഷ്യം തീർക്കാനും പ്രതികാരം ചെയ്യും പോലെ ചെയ്യുക, ഇതൊന്നും ഇസ്ലാമിൽ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് സാധാരണ നടക്കുക. അതാണ് സാധാരണ നടക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ പ്രത്യേകം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറയേണ്ടി വരുന്നത്. ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നിടത്ത് വരെ നീതി കൈവിടരുത് എന്നാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ശിക്ഷിക്കുമ്പോൾ പോലും അതിൽ നീതിയുണ്ട്. എത്രത്തോളം ഒരു മൃഗത്തെ അറക്കുകയാണെങ്കിൽ വരെ അറക്കുകയാണ്, കൊല്ലാണ്. പക്ഷെ അവിടെ വരെ മര്യാദ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും അനീതി വന്നു പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ 4 വിഭാഗത്തെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ടാണ് അബദ്, അടിമ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മക്കള്, ആ നിലക്ക് നമ്മൾ കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള ആ തൻ്റെ കീഴിലുള്ളതായ ആളുകൾ, ഇവരുടെ ഒക്കെ കാര്യങ്ങളിലും ഒക്കെ എന്തു വേണം? ശിക്ഷിക്കുമ്പോൾ ഇസ്ലാം പറയുന്നത് നമ്മുടെ രോഷം തണുക്കാനും നമ്മളെ ദേഷ്യം പിടിച്ചിട്ടുമല്ല ശിക്ഷിക്കേണ്ടത്, മറിച്ച് ശിക്ഷ നടപ്പാക്കേണ്ടത് അയാൾ അർഹിക്കുന്ന ശിക്ഷ നടപ്പാക്കണം എന്നുള്ളതാണ്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഒരു വ്യക്തി യുദ്ധരംഗത്ത് ഒരാളെ കൊല്ലാനുള്ള അവസരം കിട്ടിയപ്പോൾ അയാൾ ഈ മേലെ ഇയാളെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പാണ്, കാർക്കിച്ചൊരു തുപ്പാണ്. ആ തുപ്പുന്ന സമയത്ത് അദ്ദേഹം അയാളെ കൊല്ലാതെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അയാളെ കൊല്ലാതെ ആ സമയത്ത് തൻ്റെ വികാരത്തെ നിയന്ത്രിക്കുകയാണ്. എന്തുകൊണ്ടാണ്? മുഖത്ത് കാർക്കിച്ച് തുപ്പിയ ഒരാളോട് ശിക്ഷാ നടപടി എടുക്കുമ്പോൾ അയാളെ ശിക്ഷിക്കുക എന്നുള്ളതിലപ്പുറം തൻ്റെ മുഖത്ത് തുപ്പീൻ്റെ ദേഷ്യം തീർക്കലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് വന്നു പോകും? അനീതി വന്നു പോകും. അത്ര പോലും സൂക്ഷ്മത പാലിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്.
അതാ പറയുന്നത്, തഅദീബ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നിടത്ത് പോലും പരിധി വിട്ടോ തൻ്റെ ദേഷ്യം തീർക്കാനോ തനിക്കുള്ള മുൻ വൈരാഗ്യം തീർക്കാനോ തൻ്റെ പകയും രോഷവും തണുക്കുവോളാണ് ശിക്ഷിക്കാനോ ഒന്നും ഇസ്ലാം ഒരാൾക്കും അനുവാദം തന്നിട്ടില്ല. ഹറാമാണ്, അത് അനീതിയാണ്, അതിനൊക്കെ പരലോക കോടതിയിൽ ചോദ്യം ഉണ്ടാകും എന്നാണ്. ഉപോത്ബലകമായ ഹദീസുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു, ഏത് ശിക്ഷാരീതിയാണെങ്കിലും മുഖത്തടിക്കാൻ പാടില്ല എന്നാണ്. പൊതുവായ നിയമങ്ങളാണ്, അതിൻ്റെ ലവാബിത്തുകൾ, അതിൻ്റെ ഷർത്തുകളാണ്. ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഒരാളുടെയും മുഖം പവിത്രമാണ്, ആരുടേതായിരുന്നാലും മുഖം പവിത്രമാണ്. അതുകൊണ്ട് മുഖത്തടിക്കാനോ മുഖത്തെ നിന്ദിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് സംസാരിക്കുവാൻ പോലും പാടില്ല എന്നാണ്. അറബികൾക്കിടയിൽ ഒരു പ്രയോഗമുണ്ട്, ഖബ്ബഹല്ലാഹു വജ്ഹക്, ഖബ്ബഹല്ലാഹു വജ്ഹക്, നിന്റെ മുഖത്തെ അല്ലാഹു നിന്ദിക്കട്ടെ എന്ന് അതുപോലും പറയാൻ പാടില്ല എന്നാണ്. മുഖം മനുഷ്യരുടെ പവിത്രമാണ്, അതുകൊണ്ട് തന്നെ മുഖത്തടിക്കരുത്. നമ്മുടെ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ വലാ തദ്രിബിൽ വജ്ഹ, ഈ മുഖത്തടിക്കാൻ പാടില്ല. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യവികാരം വന്നാൽ ഉടൻ കൈ പോവുക മുഖത്തേക്കാണ്. വേഗം ദേഷ്യം പിടിച്ചാൽ കൈ പോവുക വേറെ കൊടുക്കുമല്ല, ആദ്യം പോവുക ചള്ളക്ക് എന്നാണ് നമ്മൾ പറയാം. അവൻ്റെ ചള്ളക്കൊന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചെവി അടക്കി മുഖവും കൂടി കവളും കൂടി കൂട്ടിയിട്ടാണ് ആദ്യം കൊടുക്കുക ദേഷ്യം പിടിച്ചാൽ. അതുകൊണ്ട് പറഞ്ഞു, അതാരെ ശിക്ഷിക്കണമെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും മുഖത്തടിക്കാൻ പാടില്ല, മുഖം പവിത്രമാണ്. വലാ തദ്രിബിൽ വജ്ഹ വദ്രിബൂഹുന്ന എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? തൻ്റെ കീഴിലുള്ള തൻ്റെ ഭാര്യയുമായിട്ട് പിണക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ശിക്ഷണ നടപടികളുടെ രീതി, നിങ്ങളവരെ അടിച്ചോളൂ എന്ന് പറയുന്നതിൻ്റെ മുന്നോടിയായി കുറേ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് അവിടെയും പറഞ്ഞത് എന്താണ്? മുഖത്തടിക്കാൻ പാടില്ല, മുഖം ഒഴിവാക്കണം. അത് അങ്ങോട്ട് ആണായാലും പെണ്ണായാലും മുഖത്തടിക്കുവാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ പൊതു നിയമം. അപ്പോൾ രണ്ട് നിയമം നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ലവാബിത്തുകളാണ് പറയുന്നത്, ഇതിൻ്റെ ഷുറൂത്തുകളാണ് പറയുന്നത്. ഒന്ന്, ഒരാളോടും ശിക്ഷാ നടപടി സ്വീകരിക്കുമ്പോൾ അയാളെ ശിക്ഷിക്കുകയാണ്, അയാളെ അദബ് പഠിപ്പിക്കാനാണ് ശിക്ഷിക്കുന്നത്, എൻ്റെ രോഷം തണുക്കാനായിരിക്കരുത്. അത്തരം കാരണങ്ങൾ ഇതിലൊന്നും സ്വാധീനിക്കാൻ പാടില്ല. അങ്ങനെ സ്വാധീനിച്ചാൽ പരലോക കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും. രണ്ട്, മുഖത്തടിക്കാൻ പാടില്ല, അതും അതിൻ്റെ രണ്ടാമത്തെ നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം വിരോധിച്ചതുമാണ്. മൂന്നാമത്തത്, മർമ്മസ്ഥാനങ്ങളിൽ അടിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇസ്ലാം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമ്പോൾ അടിക്കുമ്പോഴൊന്നും മർമ്മസ്ഥാനങ്ങളിലേക്ക് അടി നടപ്പാക്കാൻ പറയുന്നില്ല. അതായത് പെട്ടെന്നാണ്ട് ഒറ്റ അടിയാണ് കൊടുത്താണ്ട് മരിച്ചു പോകും, അങ്ങനത്തെ മർമ്മങ്ങളുണ്ടാകും. അങ്ങനത്തെ അടുത്ത് ഒരു കുത്താണ് കുത്തുക, അല്ലെങ്കിൽ അങ്ങനെ ആ വിധത്തിലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. നാലാമത്തത്, ശിക്ഷാ നടപടികൾ എടുക്കാൻ പറഞ്ഞിടത്ത് പോലും പരിക്ക് പറ്റുന്ന വിധത്തിലോ മുറിവാകുന്ന വിധത്തിലോ, ഇനി പുറത്തേക്ക് മുറിയൊന്നുമില്ല ഉള്ളാട് ശരിയാക്കിയിട്ടുണ്ട് ഞാൻ എന്ന് പറയുന്ന വിധത്തിലോ പാടില്ല. കാണാൻ കുഴപ്പമൊന്നുമില്ല, പുറത്തേക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അയാൾക്ക് ഇനിയൊരു ജീവിതമല്ല, ആ കോലത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പാടില്ല. സ്ത്രീകളെ നിങ്ങൾ അടിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് ഖുർആൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ അടിക്കാൻ പറയുന്ന മതമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇസ്ലാം വിമർശകരായ ആളുകൾ എടുത്തുന്നയിക്കുന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഇവരുടെ ഖുർആനിൽ പെണ്ണിനെ അടിച്ചോളാൻ പറയുന്നുണ്ട്. വദ്രിബൂഹുന്ന എന്ന് പറയുന്നില്ലേ? വദ്രിബൂഹുന്ന എന്ന് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അവിടെ വ്യാഖ്യാനം പറഞ്ഞു, ലർബൻ ഗൈറ മുബർരിഹിൻ, പരിക്കും മുറിയൊന്നും ഏൽക്കുന്ന അടി അടിക്കരുത് എന്നാണ്. പരിക്കും മുറിയൊന്നും ഏൽക്കുന്ന അടി അടിക്കരുത്. പിന്നെന്താണ് അവിടെ? ഇഷ്ടപ്പെട്ടവരുടെ കൈകളിൽ നിന്ന് കിട്ടുന്ന ഒരു ചീത്ത വാക്കോ ഒരു ദേഷ്യം പിടിച്ചൊരു നോട്ടമോ പോലും മതി ഒരാളുടെ മനസ്സ് വേദനിക്കാൻ. അടിച്ചോളണമെന്നില്ല, അടിക്കുകയാണെങ്കിൽ തന്നെ അതിനൊക്കെ അതിൻ്റെ രീതി പറയുന്നുണ്ട്, എത്ര വിധത്തിലെ അടിക്കാവൂ, ഏത് രീതിയിലെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാവൂ എന്നുള്ളത്. മക്കളെ അടിക്കുന്നിടത്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകമായ പ്രായം പോലും പറഞ്ഞില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അടിക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിന് ചിലത് പറയാനുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ബിസ്സലാഹ്, നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവീൻ. 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവീൻ. വദ്രിബൂഹുന്ന, നിങ്ങളവരെ അടിക്കുവീൻ. എപ്പോൾ? 10 വയസ്സായാൽ എന്നാണ്. അപ്പോൾ 10 വയസ്സായാലാണ് അടിക്കാൻ പറയുന്നത്. അത് തന്നെ കുട്ടീനെ ആകെ മർമ്മത്തിലോ മുഖത്തോ തലക്കൊക്കെ അടിച്ച്
ഇനി ആജീവനാന്ത ആ കുട്ടിക്ക് ചെവി കേൾക്കൂല, അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെയോ നല്ല പരിക്കേൽപ്പിച്ചു, ആ വിധത്തിൽ ഹറാമാണ്. അവിടെയൊക്കെ ഇസ്ലാമിന് അദബുകളും മര്യാദകളും പറയാനുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞിടത്ത് പോലും അവിടെ പ്രായത്തെ പരിഗണിച്ചു. അവരെ അദബ് പഠിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും പറഞ്ഞു. അദബ് പഠിപ്പിക്കുവാൻ വേണ്ടി അവിടെ തന്നെയും പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, മക്കളുടെ മനസ്സിൽ ആജീവനാന്തം ചില വസ്തുക്കളോട്, ജീവികളോട്, ഇല്ലാ കഥകളോട് അവരുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളെ പോലും ഭയപ്പെടുത്തരുത്. നമ്മൾ സാധാരണ പറയും കോത്താമ്പി വരും, മറ്റേ ആൾ വരും, മറ്റേ കുട്ടികളെ വൃത്തക്കാരൻ വരും, ഇയാൾ വരും, മറ്റേ ആൾ വരും. കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഭീതി ഉണ്ടാക്കിയിട്ട് പിന്നെ അക്കുട്ടി പിന്നെ ധൈര്യം കാണിക്കൂല, ഒരു ഇരുട്ടത്തേക്ക് പുറത്തിറങ്ങൂല, രാത്രി പുറത്തിറങ്ങാൻ പിന്നെ സമ്മതിക്കൂല. പുറത്തുനിന്ന് ഒരാൾ വീട്ടിലേക്ക് വന്നാൽ പേടിയായി. ചോറിനാൻ വേണ്ടി ഉമ്മ പറഞ്ഞതാ, ആ വരുന്ന ചാക്കുകൊണ്ട് പിന്നെ പിടിക്കാൻ വരികയാണ്. ആ കുട്ടിയുടെ മനസ്സിൽ പിന്നെ ഈ ആളെപ്പറ്റി പിന്നെ ചാക്കുകൊണ്ട് ഇന്ന കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ കയറ്റുന്ന ആളാണ് എന്നിങ്ങനെ വരും. അതേപോലെ തന്നെ കോത്താമ്പി എന്ന് പറഞ്ഞൊരു സാധനമല്ല, അത് വേറെന്തോ ഒന്നാണ്. ജിന്ന് വരും, മറ്റേത് വരും, ഇങ്ങനെ വരും, ഭൂതത്താൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ മക്കളോടൊക്കെ പറയുന്നുണ്ട്. ഇസ്ലാം പറയാണ് പറയാൻ പാടില്ല എന്നാണ്, പറയാൻ പാടില്ല എന്നാണ്. ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് നിങ്ങൾ തഅദീബ് നടത്തരുത്. അദബ് പഠിപ്പിക്കുന്നത് പോലും ഉള്ളത് പറഞ്ഞിട്ടേ ആകാവൂ, അല്ലാത്തത് അവരുടെ മനസ്സുകളിൽ നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഭീതി ഉണർത്തലാകും. അത് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റായിരിക്കും ഉണ്ടാവുക, ശ്രദ്ധിക്കണം എന്ന് വരെ ഇതൊക്കെ വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ കൃത്യവും വ്യക്തവുമായ അദബുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ എന്തു പറയും, തീരെ അടിക്കാൻ പാടില്ല, അതിനോട് ഇസ്ലാമിന് യോജിപ്പില്ല. കണ്ടോ, ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ഫഹാദ അയ്ളൻ ഗൈറു സഹീഹ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഫലാ ഇഫറാത്ത വലാ തഫരീത്ത, ജീർണതക്കും തീവ്രതക്കും മധ്യയാണ്. തീരെ അടിക്കാൻ പാടില്ല, ഇനി വടിയെടുക്കാൻ പാടില്ല, ഒരിക്കലും ശിക്ഷണ രീതികൾക്ക് പേടിപ്പിക്കാൻ വേണ്ടി വടിയെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൊട്ടിക്കൂടാ, അടിച്ചൂടാ എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ എടുക്കുന്നത് മനഃശാസ്ത്രത്തിന് വിരുദ്ധമാണ് എന്നൊന്നും പറയാനൊന്നും പാടില്ല. അടി കൊടുക്കേണ്ടയിടത്ത് ചിലപ്പോൾ അടി കൊടുക്കേണ്ടി വരും, അടി കൊടുത്തോടത്ത് ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അടി കിട്ടാതിരുന്നാൽ ചീത്തയാകാനും സാധ്യതയുണ്ട്. അതൊക്കെ അതിൻ്റേതായ അളവിലും രീതിയിലുമൊക്കെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ 10 വയസ്സായിട്ടും നിങ്ങളുടെ കുട്ടികൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ അടിച്ചോളൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തൻ്റെ ഇണയിൽ നിന്ന് നിങ്ങൾ വല്ല പിണക്കവും ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഫഇളൂഹുന്ന, നിങ്ങൾ അവരെ സതുപദേശം ചെയ്തുകൊണ്ട് നിങ്ങൾ അവരുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോളൂ. രണ്ടാമത്തെ ഘട്ടം വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ കിടപ്പ് സ്ഥാനത്ത് അവരോട് സഹകരിക്കാതെ ഒരു നിസ്സഹകരണത്തിൻ്റെ രീതി സ്വീകരിച്ചു നോക്കൂ. അതും നിങ്ങൾക്ക് ഫലപ്രദമാകുന്നില്ലെങ്കിൽ മൂന്നാമത് പറയുന്നു വളരിബൂഹുന്ന, നിങ്ങൾ അവരെ അടിച്ചോളൂ. മുണ്ടമ്പടി എടുത്തിട്ട് ഒലക്കെടുത്തിട്ട് അടിക്കാനും ഉള്ളാണ്ട് കലങ്ങണ നിലക്ക് 4 ചവിട്ട് നാഭിക്കാൻ കൊടുക്കാനൊന്നുമല്ല. അതൊന്നുമല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെയാണ് പുറത്ത് കയറിയിട്ട് യുക്തിവാദി പറയുന്നത്. പെണ്ണുങ്ങളെ അടിച്ചോളാൻ പറയുന്നുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് വരെ ചിലപ്പോൾ മറുപടി അറിയാൻ കിട്ടണില്ല. അതിന് വദുരിബൂഹുന്നാൻ എന്തായാലും പറഞ്ഞില്ലേ, അതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പ് കുറച്ച് കുറവുണ്ട്, പിന്നെ ഇപ്പോൾ ഖുർആനിൽ ഉണ്ടായിപ്പോയില്ലേ, അങ്ങനെ ചമ്മണ്ട വാചകമൊന്നുമല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരതിൻ്റെ രീതിയും രൂപവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തഅദീബ് അതിലുമുണ്ട്, അദബ് തഅദീബ് ആ വിഷയത്തിലുമുണ്ട്. അർഹിക്കുന്നതിലപ്പുറം ശിക്ഷ കൊടുക്കരുത് എന്ന് നമ്മൾ ഹെഡിങ്ങിൽ പറഞ്ഞില്ലേ. ഖദിരിൻ സായിദിന്, അത് കുട്ടികൾക്ക് ശിക്ഷണ നടപടികൾ കൊടുക്കുമ്പോഴാവട്ടെ, മറ്റാർക്കെങ്കിലും നടപടികൾ സ്വീകരിക്കുമ്പോഴാവട്ടെ എന്ത് ചെയ്യരുത്, ഒരാൾക്ക് 1-2 അടിക്ക് അർഹതപ്പെട്ടവനെ നമ്മളൊരു ദേഷ്യം തീരുന്നതിലൊക്കെ ഒരു 10-15 ഒക്കെ അടിക്കാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ പൊതിരയാണ്ട് തല്ലുക, അതൊന്നും പാടില്ല എന്നാണ് ഇസ്ലാം കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി ഇത് സംബന്ധമായിട്ടുള്ള ഹദീസുകളിലേക്ക് കടന്നാൽ, ഒന്നാമത്തെ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഉദ്ദിബത് ഇംറഅത്തുൻ ഫീ ഹിറത്തിൻ സജനത്ഹാ ഹത്താ മാതത്
ഫദഖലത് ഫീഹ النار لا هي أطعمتها وسقتها إذ حبستها ولا هي تركتها تأكل من خشاش الأرض متفق عليه. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ദിബത്ത് ശിക്ഷിക്കപ്പെട്ടു. ചില റിപ്പോർട്ടുകളിൽ വഫീ റിവായ, മറ്റ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് ദഖലത്തിന്നാറ ഇംറഅത്തുൻ എന്നാണ്. ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായി, ഒരു പെണ്ണ് നരകത്തിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഉദ്ദിബത്ത് ഇംറഅത്തുൻ, ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നരകശിക്ഷക്ക് അർഹയായി എന്നർത്ഥം. അവൾക്കുള്ള അദാബ് എന്താ കിട്ടിയത്? നരകാവകാശിയായി അവൾ മാറി. ഏതിൻ്റെ വിഷയത്തിലാ? ഫി ഹിറത്തിൻ, ഒരു പൂച്ചയുടെ കാര്യത്തിൽ. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം. ഒരു ഹിറത്തിൻ്റെ കാര്യത്തിൽ ഒരു പെണ്ണ് നരകാവകാശിയായി മാറി. നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ചരിത്രമാണ്. സജനത്ത് ഹ, എന്താ അവൾ ചെയ്തത്? ചില റിപ്പോർട്ടുകളിൽ ഹബസത്ത് ഹ എന്നുണ്ട്. സജനത്ത് ഹ, അവൾ ആ പൂച്ചയെ കെട്ടിയിട്ടു, ബന്ധിച്ചു. സജന എന്ന് പറഞ്ഞാൽ തടവിലാക്കി. അതുകൊണ്ടാണ് ജയിലിന് എന്തു പറയും? സിജ്ജീൻ. അപ്പം ആ നിലക്ക് സിജിൻ എന്ന് പറയും ജയിലിന്. അപ്പം സജനത്ത് ഹ ഹത്ത മാത്തത്ത്, അങ്ങനെ ആ പൂച്ച ചത്തുപോയി. എന്താ അവൾ ചെയ്തത്? അത് കാരണത്താൽ ഫദഖലത്ത് ഫീഹന്നാർ, അത് കാരണത്താൽ ആ പൂച്ചയുടെ വിഷയത്തിൽ ആ സ്ത്രീ നരകാവകാശിയായി മാറി. അവളിൽ നിന്നുണ്ടായ തെറ്റെന്താണ്? അവൾ അതിനെ അഴിച്ചുവിട്ടില്ല, എന്നാ അവൾ പോറ്റിയതുമില്ല. ലാഹിയ അത്അമത്ഹ, അവൾ അതിന് ഭക്ഷണം കൊടുത്തതുമില്ല. വസഖത്ഹ, വെള്ളം കൊടുത്തില്ല. സഖ എന്ന് പറഞ്ഞാൽ, അത്അമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തു, ത്വാമ് കൊടുത്തു. സഖ എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തു. അപ്പം അതിന് വെള്ളവും കൊടുത്തില്ല, ഭക്ഷണവും കൊടുത്തില്ല. ഇത് ഹബസത്ഹ, അങ്ങനെ അതിനെ തടവിലിട്ടു. ഒന്ന് തിന്നാൻ കൊടുക്കാതെ തടവിലിട്ടു. എന്നാൽ പിന്നെ വലാഹിയ തറക്കത്ത്ഹ, അവൾ അതിനെ അഴിച്ചുവിട്ടാൽ മതിയായിരുന്നു. അതിനെ അഴിച്ചുവിട്ടതുമില്ല. അഴിച്ചുവിട്ടിരുന്നുവെങ്കിൽ ആ പൂച്ച തഅ്കുലു, അത് ഭക്ഷിക്കുമായിരുന്നു. അതിൻ്റെ ഇര തേടി അത് പുറത്തേക്ക് പോയിരുന്നുവെങ്കിൽ അതിന് തിന്നാൻ കിട്ടുമായിരുന്നു. മിൻ ഖശാശിൽ അർളി, ഭൂമിയിലെ ഖശാശിൽ നിന്ന് അതിൻ്റെ ഇരകളെ അതിന് പിടിക്കാമായിരുന്നു. എന്താണ് ഖശാശുൽ അർള് എന്ന് പറഞ്ഞാൽ? അൽ ഹശറാത്തു വൽ ഹവാം എന്നാണ്. അതായത് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ പ്രാണികൾ, പൂച്ച അതിനൊക്കെ ഭക്ഷിക്കുമല്ലോ, അതുപോലെ തന്നെ എലിയെ ഭക്ഷിക്കും. അങ്ങനെയുള്ള ഹവാം എന്ന് പറഞ്ഞാൽ അതിൽ പലതും പെടും. പ്രാണികൾ പെടും, ജന്തുക്കൾ പെടും, അതേപോലെ തന്നെ പാമ്പ്, തേള് പോലെയുള്ളതെല്ലാം പെടുന്ന വിഷജന്തുക്കളും അല്ലാത്തതും ഒക്കെ പെടുന്നൊരു പ്രയോഗമാണ് ഹവാം എന്ന പ്രയോഗം ആ നിലക്കെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ പൂച്ചയെ അതിൻ്റെ ഇര തേടാൻ പുറത്തേക്ക് വിട്ടതുമില്ല, എന്നാൽ ഇവളതിന് തിന്നാനും കുടിക്കാനും കൊടുത്തതുമില്ല. അതിനെ അവിടെ ബന്ധിച്ചവിടെ ഇട്ടു. ആ പൂച്ച ചത്തുപോയി വിശന്ന്. അത് കാരണത്താൽ ആ പെണ്ണ് നരകാവകാശിയായി മാറി. ഇത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? കേവലം ഒരു മിണ്ടാപ്രാണിയോട് കാണിച്ചതിൻ്റെ പേരിലാണ് ഒരു പെണ്ണ് നരകാവകാശിയായി മാറിയത് എങ്കിൽ നമ്മൾ ആലോചിക്കുക, ഒന്നോ രണ്ടോ അല്ല, ആയിരക്കണക്കിന്, മില്യൺ കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, പുരുഷന്മാരെ അവർക്ക് കിട്ടേണ്ടുന്ന ഭക്ഷണപാനീയങ്ങൾ തടഞ്ഞ്, അവർക്ക് കിട്ടേണ്ടുന്ന ചികിത്സകൾ തടഞ്ഞ്, അതേപോലെ തന്നെ വലിയ രൂപത്തിൽ അവരെ അങ്ങോട്ടുള്ള എല്ലാ രൂപത്തിലുള്ള അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ തടഞ്ഞു വെച്ച് ബന്ധികളാക്കി ലക്ഷങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ക്രൂരന്മാരായ ആളുകൾക്ക് പരലോക കോടതിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ എത്രത്തോളമായിരിക്കും? ഇതൊരു മിണ്ടാപ്രാണിയാണ്. ഒരു മിണ്ടാപ്രാണിയായ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ ഭക്ഷണം മുടക്കി, വെള്ളം മുടക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനുകൾക്ക് വില കൽപ്പിക്കാതെ അവർക്ക് കിട്ടേണ്ട ഭക്ഷണം, വെള്ളം, വസ്ത്രം, പാർപ്പിടം അതൊക്കെ തടഞ്ഞ് ഒരു രാജ്യത്തോട് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ആ രാജ്യത്തുള്ള പാവങ്ങളായ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്ത് അവസാനം ഓരോ ഇടങ്ങളിൽ പെട്ടുപോയി, അങ്ങനെ അവസാനം ജീവൻ പോകേണ്ടി വന്ന മില്യൺ കണക്കിന് മനുഷ്യർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയായിരിക്കും അവർക്കൊക്കെ ലഭിക്കുന്ന ശിക്ഷ? ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ്, അർഹമുർ-റാഹിമീനാണ് റഹ്മാനായ റബ്ബ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ വമാ അർസൽനാക
ഇല്ല റഹ്മത്തല്ലിൽ ആലമീൻ. റഹ്മത്തുല്ലിന്നാസ് എന്നല്ല പറഞ്ഞത്, റഹ്മത്തുല്ലിൽ ആലമീൻ. റഹ്മാനായ റബ്ബ് റബ്ബുൽ ആലമീനാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ വിശേഷിപ്പിച്ചത് റഹ്മത്തുല്ലിൽ ആലമീൻ എന്നാണ്. എല്ലാവരോടും കരുണ ചെയ്യണമെന്നാണ് മഹാനായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തോട്, ഒരു ജന്തുവിനോട് കാണിച്ച ഈ ഒരു അനീതിയുടെ പേരിൽ പോലും നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന കഠോരമായ ശിക്ഷയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഹദീസ് ഉദ്ധരിക്കുന്നത് വഅൻഹു റളിയല്ലാഹു അൻഹുമ, മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. അതെന്താണ് സംഭവം? അന്നഹു മർറ ബിഫിത്തിയാനിൻ മിൻ ഖുറൈശ് ഖദ് നസബു ത്വയ്റാ വഹും യർമൂനഹു വഖദ് ജഅലു ലിസാഹിബി الطير كل خاطئة من نبلهم فلما رأوا ابن عمر تفرقوا فقال ابن عمر من فعل هذا لعن الله من فعل هذا إن رسول الله صلى الله عليه وسلم لعن من اتخذ شيئا فيه الروح غرضا متفق عليه. എന്താണ് അവിടുത്തെ പറയുന്ന വിഷയം? മഹാനായ സഹാബി അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയാണ്, അദ്ദേഹം ഇത് പ്രവാചകൻ്റെ വഫാത്തിൻ്റെ ശേഷം നടന്ന സംഭവമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹിൻ്റെ റസൂൽ വഫാത്താകുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖത്താബിൻ്റെ മോനായ അബ്ദുള്ള ടീനേജുകാരനാണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അബ്ദുള്ളയുടെ പ്രായം 4 വയസ്സാണെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അബ്ദുള്ളയുടെ പ്രായം എത്രയേ ഉള്ളൂ? 4 വയസ്സേ ഉള്ളൂ. പിന്നീട് ബദറിലേക്ക് പുറപ്പെടുമ്പോൾ ഒക്കെ ടീനേജുകാരനാണ്. ഞാനും പോന്നോട്ടെ എന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് പോയിട്ട് ചോദിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉണ്ട്. 13 വയസ്സായപ്പോൾ നബി തിരിച്ചു വിട്ടു, ഇനി വരണ്ടെന്ന് പറഞ്ഞു. പിറ്റേ കൊല്ലം ബദറായപ്പോൾ 14കാരനായിട്ട് 14കാരനായിട്ട് വന്നു. ഞാൻ പോന്നോട്ടെ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു പോരാനായിട്ടില്ല, എനിക്ക് 14 വയസ്സായിട്ടുള്ളൂ എന്ന്. എല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ ഖന്തക്കിൽ കയറിക്കൂടിയെന്നാണ്. ഖന്തക്കിലും മറ്റ് കാര്യങ്ങളിലൊക്കെ കയറിക്കൂടിയെന്നാണ്. പലപ്പോഴും തന്ത്രമൊക്കെ പ്രയോഗിച്ചിരുന്നു എന്നാണ്, കാലൊക്കെ ഉയർത്തി വെക്കുന്നതാണ്. ഞാൻ വലിപ്പം വെച്ചിട്ടുണ്ട്, എന്നെയും കൂട്ടണം യുദ്ധത്തിന് പോകുമ്പോൾ എന്ന് പറയാൻ. നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ടീനേജുകാരൊക്കെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ പിന്നോട്ട് മാറി എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുവാനും പിറകോട്ട് മാറുവാനും തയ്യാറാകുമ്പോൾ മുസ്തഫായുടെ കാലഘട്ടത്തിലുള്ള ടീനേജുകാർ നന്മയുടെ അവസരങ്ങളിൽ പ്രായം തികഞ്ഞിട്ടില്ലാതെ പോലും ഞാനുണ്ട് മുമ്പിൽ ഇനി ഉയരക്കുറവ് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് എത്തി വലിഞ്ഞിട്ട് ഇങ്ങനെ പെരുവിരലിൽ നിന്നിട്ടൊക്കെ ഞാൻ ഉയരണ്ട് നബി, എന്നെയും കൂട്ടിക്കോളും യുദ്ധത്തിന്, ഞാനതിനൊക്കെ ആയിട്ടുണ്ട് എന്ന് ധരിപ്പിക്കുന്ന പ്രകൃതക്കാരായിരുന്നു റളിയല്ലാഹു അൻഹും. ഏതായാലും ഇവിടെ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബിൻ്റെ മോന് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുമ്പോൾ 20യുടെ താഴെയുള്ളൂ, ടീനേജുകാരനാണെന്നാണ് ചില റിപ്പോർട്ട് പ്രകാരം. ഒരു 19 വയസ്സ് 20 വയസ്സിൻ്റെ അടുത്തേ ഉള്ളൂ എന്നാണ് റസൂലുള്ള വഫാത്താകുമ്പോൾ. അതിൻ്റെ ശേഷം നടന്നൊരു സംഭവമാണിത്. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ചു പോയി എന്നാണ്. അപ്പോൾ ആളെ കാണുമ്പോൾ പേടിച്ചു പോകാനെങ്കിൽ കുറച്ച് പ്രായമായിട്ടുണ്ടാവണം. റസൂലുള്ളാഹിയുടെ വഫാത്തിൻ്റെ ശേഷം നടന്ന സംഭവമായിരിക്കാം. എന്താണ് ഇവിടെ ഉണ്ടായത്? അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മർറ ബിഫിത്തിയാനി മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ അവരുടെ അടുത്തൂടെ നടന്നുപോയി. അവരെന്താ ചെയ്യുന്നത്? ഖദ് നസബു ത്വയ്റൻ വഹും യർമൂനഹു, ഒരു പക്ഷിയെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നാട്ടി കുന്തത്തിലിങ്ങനെ കൃത്യം കെട്ടിവെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? വഹും യർമൂനഹു, ആ പക്ഷിക്കിങ്ങനെ അമ്പയ്യാണ്. അമ്പെയ്ത്ത് വിദഗ്ധന്മാർ അമ്പെയ്ത്ത് ശീലിക്കാൻ നാട്ടക്കുറ്റിയിന്മേൽ വെച്ചിട്ടുള്ളത് ഒരു ജീവനുള്ള പക്ഷിനെയാണ്. ആ പക്ഷിനെങ്ങനെ ആരാ അമ്പ ചെയ്തിട്ട് എത്തുക എന്നുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആര് കാണുന്നത്? അബ്ദുള്ള റളിയല്ലാഹുവിന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ കാണുന്നത്. മാത്രമല്ല അവർക്കിടയിലൊരു തീരുമാനമുണ്ട്. അതിനെ ആ പക്ഷിയെ അങ്ങനെ അമ്പ ചെയ്യുന്നുണ്ട്. വഖദ് ജഅലു ലിസാഹിബി ത്വയ്രി കുല്ല ഖാത്തിയത്തിൻ മിൻ നബിലിഹിം, ആ പക്ഷിയുടെ ഒരു ഉടമയുണ്ട്. ആ പക്ഷിയുടെ ഉടമയോട് അവരുടെ കരാർ എന്താണ്? കൊള്ളാത്ത അമ്പൊക്കെ ഞങ്ങൾ നിനക്ക് തരുന്നു. അന്ന് അമ്പ് എന്ന് പറഞ്ഞാൽ വലിയ സ്വത്താണ്, വലിയൊരു സ്വത്താണെന്ന് അമ്പിനേക്കാളും വലിയാണ്. അമ്പിൻ്റെ ഉറക്ക് പോലും വില ഉണ്ട്, പിന്നെ അമ്പിന് വില ഉണ്ടാവില്ലേ? അമ്പുറ പിന്നിലിങ്ങനെ തൂക്കിയിട്ട് അതിലിങ്ങനെ അമ്പുകൾ ഇങ്ങനെ നിറച്ചിട്ടാണ് അതെടുത്തിട്ടാണ് തൊടുത്ത് വിടുക. അന്നത്തെ യുദ്ധരംഗത്തുള്ള ഇന്നുള്ള മിസൈലുകളോ
മറ്റേതെങ്കിലും സംവിധാനങ്ങളോ ഒന്നും അല്ലല്ലോ, തോക്കും ഒന്നുമല്ലല്ലോ. അന്ന് അമ്പെയ്ത്ത് വിദഗ്ധരാണ്, വലിയ യുദ്ധ പ്രാവീണ്യമുള്ള ആളുകളൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ യുദ്ധോപകരണമായ അന്നത്തെ അമ്പിനും വലിയ വിലയുണ്ട്. അപ്പോൾ ഈ കുട്ടിയോട് അല്ലെങ്കിൽ ഈ തൈറിൻ്റെ ഉടമയോട് അവരുടെ കരാർ എന്താണ്? കൊള്ളാത്ത, ഞങ്ങൾ ഉന്നം വെച്ചിട്ട് ആ പക്ഷിനെ കൊണ്ടില്ലേ, എന്നാ അമ്പൊക്കെ നിനക്കാണ്. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടത്തുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു മരക്കൊള്ളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോയിന്റ് വരച്ചിട്ട് ഒരു എല്ല് തൂക്കിയിട്ട് അയിമൽക്കൊന്നല്ല ലക്ഷ്യം. അവർ അടിക്കുന്നത് ആരെയാണ്? ഒരു ജീവനുള്ള പക്ഷിയെയാണ്. മനസ്സിലാക്കണം. അതാണ് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു കാണുന്നത്. ഫലമ്മാ റഅൗ ഇബ്നു ഉമറിനെ അവർ കണ്ടപ്പോൾ തഫറഖു, എല്ലാവരും വേഗം പെട്ടെന്ന് സ്ഥലം വിട്ടു, പേടിച്ചു. ഉമർ വരുന്നുണ്ട് കണ്ടപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടി അങ്ങനെയാണല്ലോ. അപ്പം തന്നെ അതിന് തന്നെ എന്ത് മനസ്സിലാക്കാം? അവർക്ക് പോലും അറിയാം തങ്ങൾ ഈ ചെയ്യുന്നത് എന്തല്ല, ശരിയായ കാര്യമല്ല. അല്ല ഇപ്പം തന്നെ പേടിക്കണ്, ആരെ കണ്ടാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അത് കള്ളത്തരാണ് ചെയ്യുന്നത്, പാടില്ലാത്തൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബഹുമാനിക്കപ്പെടുന്ന ഒരാളെ കണ്ടപ്പോൾ എല്ലാവരും വേഗം ചെയ്തു, ഒന്നും അറിയാത്ത മാതിരി പതുക്കേണ്ട് പിരിഞ്ഞുപോയി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, മൻ ഫഅല ഹാദാ, ആരാടാ അത് ചെയ്യുന്നത്? ആരാടാ ഇപ്പഴീ ചെയ്യുന്നത്? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ലഅനല്ലാഹു മൻ ഫഅല ഹാദാ, ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ ലഅന, അപ്പം ലഅനല്ലാഹു മൻ ഫഅല ഹാദാ, ഇങ്ങനെ ചെയ്യുന്നവൻ അള്ളാഹ് ശപിക്കട്ടെ. അങ്ങനെ ശാപം പറയാനുള്ള കാരണം എന്താ? ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ ലഅന, അവിടുന്ന് ശപിച്ചിരിക്കുന്നു. മനിത്തഖദ ശൈഅൻ, ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്വീകരിച്ചവനെ, ഫീഹി റൂഹു, ജീവനുള്ള ഏതെങ്കിലും വസ്തുവിനെ, ഗർളൻ, തൻ്റെ അമ്പെയ്ത്തിനുള്ള ഉന്നമാക്കി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിരിക്കുന്നു? ശപിച്ചിരിക്കുന്നു. ഇവിടെ ഗർളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടക്കുറ്റി, നമ്മൾ പറയില്ലേ ഉന്നം വെച്ചിട്ട്. ഇപ്പം ഇന്നിപ്പോൾ സാധാരണ ഇപ്പം നാടുകളിലൊക്കെ വലിയ ഗണ്ണുകൊണ്ട് ആളുകൾ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നിടത്ത് എന്താ, അതങ്ങനെ വലിയ ഇത് വെച്ച് ഇങ്ങനെ ഒരു പോയിൻ്റ് ഇട്ട് ആ കൃത്യ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ? നമ്മൾ നെറ്റുകളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ ജീവനുള്ള വസ്തുക്കളെ വെച്ചുകൊണ്ടുള്ള കളി അത് ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും റൂഹുള്ള ഒരു വസ്തുവിനെ തൻ്റെ ഉന്നം പഠിക്കുവാനുള്ള വസ്തുവായി ആരെങ്കിലും സ്വീകരിച്ചാൽ അവനെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അപ്പം ശാപഹേതുവായ ഒരു മഹാപാപമായിട്ടാണ് ഇസ്ലാം ഇവിടെ കാണുന്നത്. ഇവിടെ മനുഷ്യക്കുട്ടിനെയൊന്നുമല്ല ഇരുത്തിയിട്ടുള്ളത്, മനുഷ്യനെയൊന്നുമല്ല. ആലോചിച്ച് നോക്കണം, എന്താണ്? കേവലം ഒരു പക്ഷി, ഒരു പക്ഷിയെപ്പോലും, ഒരു ത്വയ്റിനെ പോലും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. അതാണ് ഹെഡിങ്ങിൽ നമ്മൾ പറഞ്ഞത്, തഅദീബുൽ ഹയവാൻ, അത് ദാബ്ബ, ഏത് വസ്തു ഏത് ജന്തു ആണെങ്കിലും ആ നിലക്ക്. എന്നാൽ സബബ് ബിഗൈരി സബബിൻ ശർഈ എന്ന് പറഞ്ഞില്ലേ, ശർഈയായ കാര്യം. നമ്മൾ കോഴിനെ അറുക്കുന്നില്ലേ, നമ്മൾ പോത്തിനെ അറുക്കുന്നില്ലേ, ആട്ടിനെ അറുക്കുന്നില്ലേ, ഒട്ടകത്തെ അറുക്കുന്നില്ലേ, അത് ശർഈയായ കാരണമാണ്. ശർഈയായ കാരണം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നതാണ്. നിങ്ങൾക്കുള്ള ത്വആമായിട്ടാണ് അള്ളാഹു മൃഗങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് സവാരി ചെയ്യുവാനുള്ള വാഹനമായിട്ടും എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞു. ശർഅ അനുവദിച്ചിട്ടുള്ളതാണ്. അവിടെ പോലും എന്തു പറഞ്ഞു? നിങ്ങൾ മൂർച്ചയില്ലാത്ത ഒരു ആയുധം കൊണ്ടിങ്ങനെ മുറിച്ച് ആ ജീവിയെ കഷ്ടപ്പെടുത്തരുത്. വളരെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് പെട്ടെന്ന് മുറിക്കൂ. നിങ്ങളിതാ ദബഹ്തും, നിങ്ങളൊരു വസ്തുവിനെ അറുക്കുകയാണെങ്കിൽ പോലും ഫഅഹ്സിനു ദബഹ, അറവ് പോലും നിങ്ങൾ ഇഹ്സാനോടുകൂടെ ആയിരിക്കണം, ഏറ്റവും അതിനോട് കരുണ കാണിച്ചുകൊണ്ട് അറുക്കണം. അല്ലാതെ അതിനെ ഇങ്ങനെ അറുത്ത് മുറിച്ച് പിന്നെയും എട്ടങ്ങേറാക്കി ജീവൻ പകുതി പോയി പിന്നെയും പോയി അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. പെട്ടെന്ന് ജീവൻ പോകുന്ന നിലക്ക് അതിന് ഇസ്ലാമിൻ്റെ അറവിൻ്റെ രീതികളും മര്യാദകളും വരെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. ഹൽക്കും മുറിയണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശ്വസനനാളിയും അതുപോലെ തന്നെ തൊണ്ട ഭാഗവും പെട്ടെന്ന് ജീവൻ പോകുവാൻ ആവശ്യമായ സ്ഥലത്ത് കത്തി വെച്ച്, അത് തന്നെ ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് പെട്ടെന്ന് മുറിക്കണം എന്നൊക്കെ ഇസ്ലാം പറഞ്ഞാൽ എന്താണ്? ജീവൻ പോകാൻ താമസം ഉണ്ടാകണം, അറവറക്കരുത്. ചില ആൾക്കാരെ അറുത്താൽ കാണാൻ കോഴി 1 കിലോമീറ്റർ പിന്നെ ഓടും. അതെന്താ? കത്തി വെച്ച് അറുക്കേണ്ടയിടത്ത് അറുത്തിട്ടില്ല, പരിചയമില്ലെങ്കിൽ എങ്ങനെയാണ്?
അതെവിടെ അറക്കണം എന്നുള്ളത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് അങ്ങനെ അറക്കേണ്ട ഒരു കാര്യമൊന്നും വരുന്നില്ല. നമ്മളെടുത്ത് കിട്ടിയാൽ എന്തായാലും ഉറപ്പാണ്, അതൊരു 4 കിലോമീറ്റർ ഓടിയിട്ട് തന്നെ അത് വീഴുള്ളൂ. കാരണം അറിവ് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വീട്ടിലാരെങ്കിലും വിരുന്നേര് വന്നാൽ വലിയ സന്തോഷമാണ്. എന്താണ്, അന്ന് കൂട്ടിൽ ഒരുപാട് കോഴികളുണ്ടാവും. അങ്ങനെ വീട്ടിലാരാളുള്ള ആൺകുട്ടികളെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഉമ്മ പറയും, അല്ലെങ്കിൽ വല്യമ്മ പറയും, മക്കളെ കോഴിനെ പിടിച്ചോളിന്ന്. അങ്ങനെ നമ്മളും പായും കോഴിയും പാവും, നമ്മളും കുഴങ്ങും കോഴിയും കുഴങ്ങുമ്പോൾ കോഴിയുടെ മേത്തേക്ക് ഒരു വീണിട്ട് കോഴിനെ പിടിക്കല. ഇങ്ങനെയാണ് നമ്മളൊന്ന് കോഴിനെ. എന്നിട്ട് അന്ന് നിസ്കരിക്കണവർ കുറവായിരിക്കും. എന്നിട്ട് മൊല്ലാക്കാനെ തെരഞ്ഞു പോകും. എന്തിനാ? നിസ്കരിക്കണ ഒരാൾ വേണ്ടത് അറക്കാൻ. അപ്പം അതിന് മൊല്ലാക്കാനെ തെരഞ്ഞു പോകും. മിക്ക വീട്ടിലും നിസ്കരിക്കൂല. അപ്പോൾ മൊല്ലാക്കുള്ള വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാ? മദ്രസയിലത്തെ ഉസ്താദോ പള്ളിക്കല മുക്രിയോ അല്ലെങ്കിൽ പോലിയരോ ഒക്കെ ഉള്ളിടത്തൊക്കെ പോവുകയാണ്. അതെന്താ? കോയിനിറക്കാൻ പോവുകയാണ്. അപ്പം എന്താ, എൻ്റെ വീട്ടിലാരും ഇല്ലേ? അല്ല, നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണോല് ബിസ്മിയല്ലേ ഇറക്കണ്ടേ? അപ്പോൾ അവനക്ക് തന്നെ അറിയാം. ഈ നേരത്തെ ഇവർ ഇബ്നു ഉമറിനെ കണ്ടപ്പോൾ പേടിച്ചു പോയമാരിയാ. കുറ്റബോധം ഈ കൊണ്ടുപോകണവൻ്റെ മനസ്സിലും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അത് മൊല്ലാക്കന്മാരത് കൃത്യമായിട്ട് അവരുടെ പോക്കറ്റിൽ അതിനുള്ള കത്തിയൊക്കെ ഉണ്ടാവും. അത് അറുത്ത കോഴി അവിടെ കൃത്യമായിട്ടുണ്ടാവും. നമ്മളറുത്താവ് ഒന്നുകിൽ തല കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ 1 കിലോമീറ്റർ കോഴി ഓടിയിട്ടേ വീഴുള്ളൂ. അപ്പോൾ ഇതിനും വേണം അറിവ് എന്നാണ്. അതിനൊക്കെ ഫുഖഹാക്കൾ പല നിയമങ്ങളും കൃത്യമായി തന്നെ അധ്യായങ്ങളുണ്ട്. അഹ്കാമു ദബ്ഹി, ദബ്ഹിന് തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. എങ്ങനെ അറുക്കണം, ഏത് പ്രകാരം ഇറക്കണം, എങ്ങനെ കത്തി വെക്കണം, എത്ര മുറുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നു. ഇസ്ലാമിൻ്റെ റഹ്മത്ത് അതിലൊക്കെ കാണണം എന്നാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഓരോരുത്തരും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പേരിൽ മൃഗങ്ങളോടൊക്കെ കാണിക്കുന്ന ക്രൂരത നമുക്ക് കാണാൻ പോലും കഴിയുമോ? അങ്ങനെയാണ് നിർത്തിയിട്ട്, വിഗ്രഹത്തിൻ്റെ ഒക്കെ മുമ്പിലാണ് നിർത്തിയിട്ട് പെരടിക്ക് വലിയ ആയുധം കൊണ്ടൊരു ഒറ്റ വെട്ടാണ്, 2ആയിട്ടാണ് മുറിയും. അമ്മാതിരി അതേപോലെ തലക്ക് വലിയ അടിക്കുക, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ പിന്നെ ആടിനെയൊക്കെ കാണാം. സുബ്ഹാനല്ലാഹ്, കണ്ടു നിൽക്കാൻ പോലും നമുക്ക് കഴിയില്ല. ചില ഇടങ്ങളിലൊക്കെ ചിലർ സ്വീകരിക്കുന്ന ആചാരം, ആടിനെ പിടിക്കുകയാണ്. ആടിനെ പിടിച്ചിട്ട് ജീവനോടെ അതിൻ്റെ കഴുത്തിലുള്ള തൊലി പല്ലുകൊണ്ട് കടിച്ചിട്ട് കീറും. എന്നിട്ട് പിന്നെ ഇവൻ്റെ ഈ പല്ലുകൊണ്ട് ഇവൻ പിന്നെ കടിച്ചതിൻ്റെ ചോര ഇങ്ങോട്ട് കുട്ടിക്കലാണ്. ഒന്നാകെ അവൻ്റെ കണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. ചിലരുടെ ആരാധനയുടെ ഭാഗമാണ് ഇസ്ലാം. എന്നിട്ട് ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കി? നോക്കൂനിങ്ങൾ, ഒരു ജീവിയെ അറുക്കൽ അനുവദിക്കപ്പെട്ട ശർഈയായ അനുവാദമുള്ള ഒരു ജീവിയെ അറുക്കുന്നിടത്ത് പോലും അഹ്സിനു ദബ്ഹ, അറവ് പോലും നിങ്ങൾ മാന്യമാക്കണം, വളരെ നന്നാക്കണം എന്നുവരെ പറഞ്ഞു. മറ്റൊരു മൃഗം നോക്കി നിൽക്കേ കത്തിക്ക് മൂർച്ച കൂട്ടരുതെന്ന് വരെ പറഞ്ഞു. എത്രത്തോളം കാരുണ്യമാണ് ജീവജാലങ്ങളോട് പോലും ഇസ്ലാം പറഞ്ഞത്. എന്നിട്ട് പറയും എന്ത്? നമ്മളെ കളിയാക്കണെന്ത്? സമാധാനമതക്കാർ എന്നാണ് നമ്മളെപ്പറ്റി പലരും എന്ത് ചെയ്യുക? കളിയാക്കുക. കാരണം അത്രയും ക്രൂരന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല ഈ പറയുന്നത്, മൃഗങ്ങളോട് പോലും കാണിച്ചിട്ടുള്ള ഈ ഒരു കൃത്യമായ കാരുണ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യത്തെമ്പാടും നടക്കുന്ന ഒരുപാട് പലയിടങ്ങളിലും, ഇപ്പം തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്, കോഴിപ്പോര് നടക്കുന്നുണ്ട്. ഇന്നുമുണ്ട് ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ്സായിട്ട് ചൂതാട്ടത്തിൻ്റെ ഒരു വലിയ അളവോളം ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തൊക്കെ പലയിടങ്ങളിലും വ്യാപകമായി നടക്കുന്നതാണെന്ത്? കോഴിപ്പോര്. കോഴിപ്പോര് എന്ന് പറഞ്ഞാൽ എത്ര വളരെ വളരെ ആലോചിച്ച് നോക്കിയാൽ കോഴികളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. അതിനുവേണ്ടി പോരുകോഴി എന്നാണ് പറയുന്നത്. അങ്കക്കോഴി, കോഴി അംഗം, കോഴിപ്പോര്, പോരുകോഴി എന്നൊക്കെ ആ കോഴിക്ക് പ്രത്യേകം പേരുകളുണ്ട്. അതിനെ പ്രത്യേകം വളർത്തിയിട്ട് പിന്നെ എന്തിനാണത് വളർത്തുന്നതറിയോ? മറ്റേ കോഴി ഈ കോഴിയായിട്ട് കൊത്തുകൂടിക്കാനാണ്. അങ്ങനെ കൊത്തുകൂടിക്കുമ്പോൾ പിന്നെ കൊത്താൻ ആരംഭിക്കുന്ന മത്സരത്തിൻ്റെ മുമ്പ് മദ്യം കൊടുക്കുന്നതാണ് കോഴികൾക്ക്. മദ്യം കൊടുത്ത് ഒരു കോഴിയുടെ കഴുത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇതിനെ ദേഷ്യം പിടിപ്പിച്ച് മറ്റേ കോഴിനെ കൊണ്ട് കൊത്തിക്കും. അങ്ങനെ കൊത്തിച്ച് അത് പഠിപ്പിച്ചിട്ട് പിന്നെ കയ്യിലും കാലിലും പിന്നെ മൂർത്ത ചെമ്പിൻ്റെയും മറ്റു ഏതെങ്കിലും രൂപത്തിലുള്ള വളരെ മൃഗീയമായ നിലക്കുള്ള നഖങ്ങളാണ് ഫിറ്റ് ചെയ്യുക. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഇതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണത്? കോഴി അംഗം നടത്തുക. അവസാനം ഒരു കോഴിനെ മറ്റേ കോഴി എന്ത് ചെയ്തിട്ടുണ്ടാവും? മാന്തിയും വിച്ചിയും ഇതാക്കിയിട്ടൊക്കെ ആ കോഴി ചാവും. വളരെ വളരെ ദയനീയമായ നിലക്ക് ഒരു കോഴി മറ്റേ കോഴിനെ കൊല്ലും. കൊല്ലാത്ത കോഴിയും പാതി ജീവനായിട്ടുണ്ടാവും.
ഇനി അതിനൊരു അംഗത്തിന് പറ്റുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും കൂട്ടിക്ക് കയറ്റി പരിശീലനം തുടരും, ഇല്ലെങ്കിൽ അതിനെയും അവർ കൊല്ലും, കറി വെച്ച് കഴിക്കും. ഇത് വ്യാപകമായി നടക്കുന്നുണ്ട്. ചൂതാട്ടത്തിൻ്റെ മെയിൻ ഒരു കാരണമായി നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല. അതേപോലെ തന്നെ കാളപ്പോര് നടക്കുന്നത് ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയാണ്? സ്പാനിഷാണ്, സ്പെയിനിലാണ്. ഇന്നും നടക്കുകയാണ്. സ്പെയിനിൽ നടക്കുന്ന കാളപ്പോരിൽ ഒരു കൊല്ലം ആ ആചാരം നടക്കുന്നതിൻ്റെ പേരിൽ 24,000-ഓളം കാളകളാണ് അതിദയനീയമായി കൊല ചെയ്യപ്പെടുന്നത് എന്നാണ്. കണ്ടു നിൽക്കാൻ കഴിയില്ല. കാളപ്പോരിന് വേണ്ടി വളർത്തുന്ന, അതായത് ഒരു പ്രത്യേക വേഷത്തിൽ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ആളുകളുണ്ട്. ആ ആളുകളുടെ മുമ്പിലേക്ക് കാളയെ അഴിച്ചുവിടും. ആ കാള എന്ന് പറഞ്ഞാൽ സാധാ കാളയൊന്നുമല്ല, പടുകൂറ്റൻ കാളയാണ്. ലക്ഷങ്ങൾ വിലയുള്ള കാളകളാണ് അതിനു വേണ്ടി വളർത്തിണ്ടാക്കുക. എന്നിട്ട് ഇതിലുള്ള ആൾക്ക് സമ്മാനം കിട്ടൽ എങ്ങനെയാണ്? അവൻ ഈ ചോപ്പത് കാണിച്ചിട്ട് കാളനെ പ്രകോപിപ്പിച്ചിട്ട് ഇങ്ങനെ കുത്താൻ വരിക. ആ വിധത്തിൽ കാളയെ ഓടിച്ച് അവസാനം മതിയും ഇവൻ്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് കുത്തി അവസാനം ഇവൻ്റെ കയ്യിലുള്ള വാളുകൊണ്ടൊക്കെ കുത്തിയിട്ട് ഈ കാളനെയാണ് കൊല്ലലാണ്. വളരെ മൃഗീയമായി ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയില്ല ആ സാധു ജീവൻ പോണത്. അതിന്ന് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അവരുടേതായ പ്രധാനപ്പെട്ടൊരു കലയാണ്. സ്പാനിഷ് കാളകൾ എന്ന് പോലും പ്രയോഗമുണ്ട്. സ്പെയിനിൽ അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം മൃഗങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഒരവസ്ഥ ലോകത്ത് നടക്കുമ്പോഴാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? ഒരു ജീവനുള്ള വസ്തുവിനെ നിങ്ങളങ്ങനെ ഉപദ്രവിക്കരുത്, നിങ്ങളുടെ ഉന്നം നോക്കാനുള്ള നാട്ടക്കുറ്റിയായിട്ട് വെക്കരുത്, നിങ്ങൾ അതിന് മർദ്ദിക്കരുത്, അതിനെ ദ്രോഹിക്കരുത്. ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. അടുത്ത ഹദീസിൽ കാണാം, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുസ്ബറൽ ബഹായിമു. അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചിരിക്കുന്നു അൻ തുസ്ബറൽ ബഹായിമു, മൃഗങ്ങൾ കെട്ടിയിടപ്പെടുന്നത്. തുസ്ബറ എന്ന് പറഞ്ഞാൽ അന്നഹ തുഹ്ബസു ലിൽ ഖത്ൽ, കൊല്ലാൻ വേണ്ടിയാണ്. എന്നാ കൊല്ലണമില്ല. നേരത്തെ ഈ പൂച്ചയുടെ കാര്യം പറയില്ലേ, അങ്ങനെ തിന്നാനൊന്നും കൊടുക്കാതെ ചാവാളി ആയിട്ട് അങ്ങനെ ഇട്ട് ദയനീയമായിട്ട് ജീവൻ പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചിടുക മൃഗങ്ങളെ. പലർക്കും അങ്ങനെയാണ്, കൊല്ലാൻ പറ്റൂല, അതങ്ങനെ ദയനീയമായിട്ട് തിന്നാനും കൊടുക്കൂല, അവസാനം അതാണ് ജീവൻ പോകലാണ്. അതുപോലും ഇസ്ലാം വിരോധിച്ചു. അതാണ് തുസ്ബറൽ ബഹായിം എന്ന് പറയുന്നത്. ബഹീമത്തുകളോട് നിങ്ങൾ കരുണ കാണിക്കണം, അതിന് നിങ്ങൾ കൊല ചെയ്യരുത്. അതാണ് തുസ്ബറ, തുഹബസാൻ. അങ്ങനെ ബന്ദിയാക്കിയിടുക, തിരിഞ്ഞു നോക്കൂല, അവസാനം അതങ്ങനെയാണ് ദയനീയമായി ഇഞ്ചിഞ്ചായിട്ടാണ് ജീവൻ പോകും. വെള്ളം കിട്ടാതെ ദാഹിച്ച് എല്ലും തൊലിയായി അങ്ങനെയാണ് പോകും. എന്നാൽ അതിനെ അറക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് മാന്യമായിട്ട് അറുത്ത് ഭക്ഷണമാക്കുമോ? അതുമില്ല. എന്നാൽ അതിനെ തീറ്റിപ്പോറ്റി മാന്യമായിട്ട് അതിനെ പരിപാലിക്കുമോ? അതുമില്ല. അതിനെ അങ്ങനെ ഇട്ട് ദയനീയമായ നിലക്ക് പീഡിപ്പിക്കുന്ന, മൃഗപീഡനം നടത്തുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇനിയും ഇതിൽ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഏതായാലും എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൃത്യവും വ്യക്തവുമാണ്. പച്ചക്കരളുള്ള ഒരു ജീവിയോട് പോലും ഉപദ്രവം കാണിക്കുവാൻ പാടില്ല. ആരോട് ചെയ്യുന്നതും നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. ശർഈയായ കാരണങ്ങളുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും പരിധി വിടരുത്. ഇത്രത്തോളം റഹ്മത്തിൻ്റെയും കാരുണ്യങ്ങളുടെയും അദബിൻ്റെ പാഠങ്ങളാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞതെങ്കിൽ മാനുഷിക മൂല്യങ്ങൾക്ക് എത്രത്തോളം വില ഇസ്ലാം കാണുന്നുണ്ടാകും എന്ന് ഇതിൻ്റെ ഒരു മറുവശമായിക്കൊണ്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വം, ഇസ്സത്ത് അള്ളാഹുവിൻ്റെ ദീനിനാണുള്ളത്. അതിലെ നിയമങ്ങൾ എന്നും ഇസ്സത്തുള്ള നിയമങ്ങളെയുള്ളൂ. കാരണം അസീസും ഹക്കീമുമായ അള്ളാഹുവാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ആ ഒരു മഹത്വവും പ്രാധാന്യവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു മെമ്പറാവാൻ എനിക്ക് സാധിച്ചല്ലോ, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ എന്നുള്ള ഒരു നല്ല ഒരു ശുക്രിൻ്റെ മനസ്സ് നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ടാവും. ലോകം എന്ത് തന്നെ ക്രൂരത നമ്മുടെ മേൽ ആരോപിച്ചാലും മുത്തു മുസ്തഫ പഠിപ്പിച്ച ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവങ്ങളിലൂടെയും വസ്തുനിഷ്ഠമായി ഇസ്ലാം ക്രൂരതയുടെ ഏതെങ്കിലും ഒരു മുഖത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് തെളിയിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. കളവുകളല്ലാതെ അവരുടെ കൈകളിൽ ആയുധങ്ങളില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാം ആയതിൽ അഭിമാനമുണ്ടാകണം, ഇസ്സത്തുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളായി
നല്ല ഇസ്സത്ത് മനസ്സിൽ എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിമായല്ലോ എന്നതിൽ ഒരു സ്ഥലത്ത് പോലും ഒരു അപമാനമോ അവഹേളനമോ തോന്നാതെ ഇസ്സത്തോടെ എന്നെന്നും മുസ്ലിമായി ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാവലും സംരക്ഷണവും നമ്മിലെല്ലാവരിലും ഈ രാജ്യത്തും ഇവിടുത്തെ ജനങ്ങൾക്കും സർവ്വരാജ്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ ഉണ്ടായിത്തീരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم وفق ولاة أمورنا لما تحبه وترضاه. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.